ഏവർക്കും നമസ്കാരം. ലോ ക്ലാസ് ഇൻ മലയാളത്തിലെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IPCയിലെ ടെറിട്ടോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ടെറിട്ടോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന വിഷയത്തിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൽ കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് ടെറിട്ടറിക്കുള്ളിലോ ടെറിട്ടറിക്ക് പുറത്തും കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് രാജ്യത്തിനുള്ളിൽ ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ശിക്ഷിക്കപ്പെടുക, ആരാണ് ശിക്ഷിക്കപ്പെടുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ടെറിട്ടോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ഇന്ത്യൻ പീനൽ കോഡ് എന്ന വിഷയത്തിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അതായത് ഈ വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇൻ ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് ഇന്ത്യ രാജ്യം മുഴുവനായും പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു ദ സെക്ഷൻ 2, എവറി പേഴ്സൺ ഷാൾ ബി ലയബിൾ ടു പണിഷ്മെൻറ്റ് വിത്തൗട്ട് ഡിസ്റ്റിങ്ഷൻ ഓഫ് നേഷൻ, റാങ്ക് ഓർ ക്രീഡ്. അതായത് IPC 2-ാം വകുപ്പ് അനുസരിച്ച് എല്ലാ വ്യക്തികളും രാജ്യം, പദവി, മതവ്യത്യാസമില്ലാതെ ഓരോ ആളും ശിക്ഷയ്ക്ക് വിധേയരാകപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇന്ത്യൻ തദ്ദേശ അതിർത്തിക്കുള്ളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് കീഴിൽ കുറ്റം ചെയ്ത എല്ലാ ആളുകളും ശിക്ഷിക്കപ്പെടുന്നതാണ്. The land, internal waters such as rivers, lake, canals are included in the territorial jurisdiction of IPC. അതായത് ജലം, ഭൂമി, തടാകം, കുളം, കനാൽ, ആഭ്യന്തരജലം തുടങ്ങിയ എല്ലാം ഈ പരിധിക്കുള്ളിൽ വരുന്നതാണ് എന്നുള്ളതാണ് ഈ IPC സെക്ഷൻ 2 പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ തദ്ദേശ ആധികാരികത 12 നോട്ടിക്കൽ മൈൽ കടലിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. അതായത് കരയിൽ നിന്നും കടലിലേക്ക് 12 നോട്ടിക്കൽ മൈലിനുള്ളിൽ കുറ്റകൃത്യം സംഭവിച്ചാലും അത് IPCയുടെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഈ സെക്ഷൻ പറയുന്നത്. എന്നാൽ ഇതിന് ചെറിയ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എക്സെപ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകളെ ഈ IPCയുടെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ആളുകൾ 4 തരം ആളുകളാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻറ്റും ഗവർണർ ഓഫ് ദ സ്റ്റേറ്റുമാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിനും ഗവർണർ ഓഫ് ദ സ്റ്റേറ്റിനും ഇതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ ഈ IPC കുറ്റകൃത്യം അനുസരിച്ച് ശിക്ഷിക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ ആളുകളെന്ന് പറയുന്നത് ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ ഇതനുസരിച്ച് ശിക്ഷിക്കാൻ പറ്റുകയില്ല. മൂന്നാമത്തെ ഫോറിൻ സോവറിൻസ് ആൻഡ് അംബാസിഡേഴ്സ് ഒക്കെ ആയിട്ടുള്ളവരെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല. നാലാമത്തേത് ഫോറിൻ ആർമിയെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഇനി എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ വിദേശത്ത് ചെയ്യപ്പെട്ട കുറ്റം ഇന്ത്യൻ കോടതിയിൽ വിചാരണ ചെയ്യാനുള്ള ആധികാരികതയെ ഇന്ത്യൻ കോടതിയുടെ എക്സ്ട്രാ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയപ്പെടുന്നു. അതായത് വിദേശത്ത് വെച്ചൊരു കുറ്റം ചെയ്യപ്പെടുന്നു, അത് ഇന്ത്യയുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 3ഉം 4ഉം വകുപ്പുകൾ എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 3-4 വകുപ്പുകളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു കുറ്റം വിദേശത്ത് വെച്ച് ചെയ്തെങ്കിൽ അവനെ അതേ കുറ്റത്തിന് ഇന്ത്യയിൽ വെച്ച് വിചാരണ ചെയ്യാൻ കഴിയും. 2, ഏതെങ്കിലും വ്യക്തി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും കപ്പലിലോ വിമാനത്തിലോ വെച്ച് അത് എവിടെയായിരുന്നാലും അതിൽ വെച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു കുറ്റം ചെയ്തെങ്കിൽ, അതായത് കപ്പൽ കിടക്കുന്നത് അമേരിക്കയുടെ പരിസരത്താണ്, പക്ഷേ കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ് എങ്കിൽ IPC പ്രകാരം അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ സാധിക്കും. അവനെ കുറ്റത്തിന് ഇന്ത്യയിൽ വെച്ച് വിചാരണ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. A എന്ന ഇന്ത്യൻ പൗരൻ UK-യിൽ കൊലപാതകം നടത്തി. ഇന്ത്യയിൽ ഏത് സ്ഥലത്ത് വെച്ച് എയെ കണ്ടാലും അതേ കുറ്റത്തിന് അവനെ വിചാരണ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് എ എന്ന പൗരൻ ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹം UK-യിൽ വെച്ചാണ് ചെയ്തത്, പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ IPC പ്രകാരം വിചാരണ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോറിനർ
commits murder on board of a ship registered in India while the ship was laying in high sea, X can be tried for such offence in India. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കപ്പൽ ഉൾക്കടലിൽ കിടന്ന നേരം എക്സ് എന്ന ഒരു വിദേശി കപ്പലിൽ വെച്ച് കൊലപാതകം നടത്തി. അതേ കുറ്റത്തിന് എക്സിനെ ഇന്ത്യയിൽ വിചാരണ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത്രയുമാണ് ടെറിട്ടോറിയൽ ആൻഡ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് വിശദീകരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പിന്നീട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും LLB പഠിക്കുന്ന കൂട്ടുകാർക്കും സുഹൃത്തുക്കളും ഷെയർ ചെയ്യാനും താല്പര്യപ്പെടുന്നു. ഏവർക്കും നന്ദി. താങ്ക് യു.